ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല കേട്ടോ, ഒരു ക്ലീനിങ് വീഡിയോയാണ്. അലമാര ക്ലീൻ ചെയ്യുന്ന വീഡിയോയാണ്. കുറച്ച് ദിവസമായി ഞാൻ അലമാരയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്തപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തുണികളൊക്കെ മടക്കി വെക്കുന്ന രീതിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കി വെക്കുവാണെങ്കിൽ കുറച്ച് സ്ഥലം മതി കേട്ടോ. ഒരുപാട് തുണികളൊക്കെ നമുക്ക് അലമാരയിൽ കൊള്ളിക്കാൻ പറ്റും. ആദ്യം തന്നെ അലമാരയിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി അകവും പുറവും എല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അലമാരയിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് വാരി വലിച്ച് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ കാണുമ്പോൾ നമുക്കും ഒരു മടുപ്പായിരിക്കും. പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാലും അതും ഒരു പ്രശ്നമായിരിക്കുമല്ലോ. അപ്പോൾ കുറേശ്ശെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്തുകൊണ്ട് നല്ലത്. ഞാനും അങ്ങനെ തന്നെയാണ്, 2 ദിവസം കൊണ്ടൊക്കെയാണ് പകുതിയൊക്കെ ആക്കിയിട്ടാണ് ക്ലീൻ ചെയ്തെല്ലാം മടക്കി ഒതുക്കിയൊക്കെ വെക്കുന്നത്. ഇങ്ങനത്തെ പണികളൊക്കെ കുറച്ച് മെനക്കെട്ട പണികളാണ്. പിന്നെ ബോറടിക്കുന്ന ആൾക്കാർക്ക് പാട്ടൊക്കെ കേട്ട് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാം കേട്ടോ. അന്നേരം ഒരു ബോറടി നമുക്ക് തോന്നത്തില്ല. പിന്നെ എല്ലാം കൂടി ഒന്നിച്ച് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് ഭാഗം ഒരു ദിവസം ക്ലീൻ ചെയ്തിട്ട് പിറ്റേ ദിവസം ബാക്കി ക്ലീൻ ചെയ്യുക. അലമാരിയിൽ തുണികളെല്ലാം എടുത്ത് മടക്കി പിന്നെ അതെല്ലാം അതുപോലെ ഒതുക്കിയൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ ആയിട്ട് കുറേശ്ശെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പാൻറ്റും ബനിയനും കൂടെ ഒന്നിച്ച് മടക്കി വെക്കുവാണേ. ഈ പാൻറ്റ് ഞാൻ ഇങ്ങോട്ട് ആദ്യം ഒന്ന് മടക്കി, അത് കഴിഞ്ഞിട്ട് ഈ ടോപ്പ് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ കൈയുടെ ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ തന്നെ വെച്ചേ. ഈ താഴേന്ന് ഇതിങ്ങനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ഇപ്പോൾ മടക്കി ആ ഭാഗം എലാസ്റ്റിക് വരുന്ന ഭാഗത്തേക്ക് കയറ്റി മടക്കി വെക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വെക്കും. അപ്പോൾ ഇത് നല്ലതായിട്ട് മുറുകിയിരിക്കും. പാൻറ്റും ടോപ്പും കൂടെ നമുക്ക് എടുക്കാനും എളുപ്പം. ഇതാ നന്നായിട്ട് മുറുകിയിരിപ്പുണ്ട്. നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോഴും ഒക്കെ ഇതുപോലെ മടക്കി വെക്കുവാണെങ്കിൽ എടുക്കാനും എളുപ്പമാണ്. പിന്നെ കുറേ സ്ഥലവും കിട്ടും കേട്ടോ. എല്ലാം നന്നായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യുമല്ലോ. കുട്ടികളുടെയും വലിയവരുടെയും എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അലമാരിയിലൊക്കെ നമുക്ക് ഒതുക്കി വെക്കുമ്പം കുറേ സ്ഥലമൊക്കെ കിട്ടും ഇങ്ങനെയാണെങ്കിൽ. ബെഡ്ഷീറ്റ് മടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബെഡ്ഷീറ്റ് ഇതുപോലെ നൂർത്തിട്ടിട്ട് രണ്ടായിട്ട് ആദ്യം മടക്കുവാണ്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ ഇതൊന്നും കൂടെ ഇങ്ങനെ മടക്കും. അങ്ങനെ 4ആയിട്ട് മടക്കിയെടുത്തു. ഇനിയിപ്പോൾ ഇതിങ്ങനെ മടക്കുക. പിന്നെ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് ഇതിങ്ങനെ ഇട്ടിട്ട്, ഇത് പുതിയ ബെഡ്ഷീറ്റ് അതിൻ്റെ സൈഡൊന്നും അടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഇതാ ഇങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് വെച്ചു, മറ്റേ സൈഡ് എടുത്ത് അങ്ങോട്ടും വെച്ചു. ഏറ്റവും അറ്റത്തുള്ള ഈ ഒരു ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയും കൊടുക്കുവേ. മടക്കി കൊടുത്തിട്ടാണ് അങ്ങോട്ട് വെക്കുന്നത്. എന്നിട്ട് മറിച്ചിട്ടു. പിന്നെ ഇതാ ചുരുട്ടി മടക്കിയെടുക്കുക. അക്കുവാ കേട്ടോ മടക്കുന്നേ. ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ ബാക്കി വന്ന ഭാഗം കയറ്റി വെക്കുക. ഇതാ ഇങ്ങനെ ഇരിക്കും. ഫില്ലോ കവർ ഉണ്ടെങ്കിൽ ഫില്ലോ കവറും കൂടെ ഉള്ളിൽ വെച്ചിട്ട് മടക്കാം കേട്ടോ. കുഞ്ഞു മക്കളുടെ ഉടുപ്പ് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. ആദ്യം ഉടുപ്പ് ഞാൻ ഇതിൻ്റെ പുറകുവശമാണ് അതിങ്ങനെ മറിച്ച് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗം ഇങ്ങോട്ട് അങ്ങനെ. ഇനി ഇത് ഈ താഴ്ഭാഗം എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് കഴുത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കയറ്റി വെക്കും. അങ്ങനെ ചുരുണ്ടൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് വിടർത്തിയൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതി. ഇതാ ഇങ്ങനെ വരും ഉടുപ്പ് മടക്കി വെക്കുമ്പോൾ.
സാരി മടക്കാൻ സാരി ആദ്യം ഞാനിതാ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കുക. അങ്ങനെ 4ആയിട്ട് മടക്കിയെടുത്തു. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഇതുപോലെ മടക്കും. ഇപ്പം ഇത് ഇങ്ങനെ ഒന്നുകൂടെ മടക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ ഇത് മടക്കും. ഇപ്പൊ നല്ല വീതി കുറഞ്ഞ് ചുരിദാറിന്റെ ഷാളൊക്കെ പോലെ വീതി കുറച്ച് മടക്കിയെടുത്തിട്ടുണ്ട്. അലമാരിയിലൊക്കെ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിൽ നമുക്ക് എത്രയും ചെറുതാക്കി മടക്കാവോ അത്രയും ചെറുതാക്കി മടക്കുവാണെങ്കിൽ അത്രയും സാധനങ്ങളൊക്കെ അലമാരിയിൽ വെക്കാമല്ലോ. അപ്പോൾ ഇതാ സാരി ഇതുപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരലമാരിയേ ഉള്ളൂ കേട്ടോ. അതിനകത്താണ് ഞങ്ങളുടെ 4 പേരുടെയും ഡ്രസ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ചെറുതാക്കി ചെറുതാക്കി മടക്കി വെക്കുക ചെയ്യുന്നത്. അന്നേരം അതിനകത്തെല്ലാം കൊള്ളും. ഇനിയിപ്പോൾ ബ്ലൗസ് വെക്കണമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ബ്ലൗസും കൂടെ വെച്ചിട്ട് മടക്കിയെടുക്കാം കേട്ടോ. ഏത് സാരി ആണെങ്കിലും ഇതുപോലെ മടക്കിയെടുക്കാം. ഈ ഒരു സാരി ആയതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നേ. മിക്കവാറും ഒരു സോക്സ് കിട്ടുമ്പം ഒരെണ്ണം കിട്ടത്തില്ലല്ലോ. അപ്പം ഞാനിവിടെ സോക്സ് മടക്കി വെക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇങ്ങനെ 2 സോക്സും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി വെക്കും. അപ്പോൾ ഇതാ മുറുകിയിരിക്കുകയും ചെയ്യും. നമുക്ക് യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അഴിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. രണ്ടും ഒന്നിച്ച് കാണുകയും ചെയ്യും, കിട്ടുകയും ചെയ്യുമല്ലോ. ചുരിദാർ മടക്കാൻ വേണ്ടിയിട്ട് ചുരിദാറിൻ്റെ ബാക്ക് വശം കേട്ടോ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ 2 സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൈയും മടക്കി വെക്കണം. ഇതൊന്നും ചുളുങ്ങി പോകാത്ത രീതിയിൽ മടക്കിയെടുക്കണേ. എന്നിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങനെ ചുളുങ്ങാതെ വെക്കണം. ആദ്യം ഇതാ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ മടക്കി. ഇനിയിപ്പോൾ ഇത്രയും പോകണ്ട. ഇങ്ങനെ വന്ന് അക്കുവിനെ മടക്കാൻ പഠിപ്പിക്കുക. ഇങ്ങനെ വെച്ച് ഇനി ഇതിനെ ഇങ്ങോട്ട് കെട്ടാം. ഇങ്ങനെ വെക്കണം. ഇനി പാൻറ്റ് എടുക്കുക. ഇനി പാൻറ്റ് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതിനകത്തേക്ക് ചുരിദാർ വെച്ചു. ഷോളുണ്ടെങ്കിൽ ഷോളും അതിനകത്ത് തന്നെ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ വെച്ചു. എന്നിട്ടത് ലോക്കാക്കി വെക്കുക ചെയ്യുന്നത്. അലമാരിയുടെ താഴത്തെ തട്ടിൽ ഞാൻ ബെഡ്ഷീറ്റ്, വല്ലപ്പോഴും എടുക്കുന്ന ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെ കേട്ടോ വെച്ചേക്കുന്നത്. നല്ല സാരിയും ചുരിദാറും ഒക്കെ ഞാൻ ഇതുപോലെ കവറിലാക്കിയിട്ട് ഇതുപോലത്തെ ബാഗിലാക്കിയിട്ട് അലമാരിയിൽ വെക്കുന്നത്. ബാഗൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് മോഡലിൽ വേണേലും മേടിക്കാനൊക്കെ കിട്ടും. ഇതിപ്പോൾ ബ്ലാങ്കറ്റ് മേടിച്ചപ്പോൾ കിട്ടിയ ഒരു കവറാട്ടോ. പിന്നെ നമ്മൾ മടക്കുന്ന തുണികളൊക്കെ ഒരേ നീളത്തിലും വീതിയിലും മടക്കുവാണെങ്കിൽ തുണികളൊക്കെ അടുക്കി വെച്ച് കഴിയുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് സ്റ്റിക്കി ഹുക്സാണ്. ഇത് നമുക്ക് ആണി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ കലണ്ടറോ ബെൽറ്റോ ID കാർഡോ ഒക്കെ തൂക്കിയിടാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ കതകിൻ്റെ ബേക്ക് വശത്താണ് കലണ്ടർ ഇടാൻ വേണ്ടി തൂക്കിയേക്കുന്നത്. അല്ലാതെ നമുക്ക് എവിടെയാണോ തൂക്കി എന്തെങ്കിലും ഇടേണ്ടത് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ബേക്കിൽ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞിട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. വെയിറ്റ് ഉള്ളതൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും കേട്ടോ. ഫോട്ടോയും ഒക്കെ വെക്കാം. പിന്നെ ഞാൻ ഷർട്ടൊന്നും മടക്കി വെക്കാറില്ല. അലമാരിയിൽ ഇതുപോലെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.